ഞാൻ 2 ലോണായിട്ട് എടുത്തത്. 70 ലക്ഷം രൂപയാണ് എടുത്തിരുന്നത്. ഇത് റെനോവേറ്റ് ചെയ്യാൻ വേണ്ടി. അതിൽ ഞാൻ പറഞ്ഞില്ല, അവിടെയുള്ളൊരു ഇത് വിറ്റിട്ട് കുറച്ച് പൈസ കൊടുത്തു. പക്ഷേ ഏകദേശം ഞാൻ 70-60ഓളം അടച്ചിട്ടുണ്ട്. പക്ഷെ വീണ്ടും 58, 59 വരികയാണ്. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. മീറ്ററിട്ട മാതിരിയല്ലേ. ഇപ്പോൾ ഈ 31 അടച്ചില്ലെങ്കിൽ ഇനി അത് ഏതിലേക്ക് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബാങ്ക് ലോണുകൾ എന്ന് പറയുന്നത് ഞാൻ എല്ലാവർക്കും പറയാനുള്ളത് കഴിയുന്നത്ര ആരും എടുക്കാതിരിക്കാൻ നോക്കാം. MK മുനീർ സാഹിബ് അല്ലേ, നമ്മൾ ഒരുപാട് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ഒരുപാട് വായിച്ചു. എല്ലാവർക്കും അവർ ഇൻ്റർവ്യൂ കണ്ടിട്ട് വളരെ വിഷമമുണ്ടായി. ഇത് നമ്മുടെ MK മുനീർ സാഹിബ് തന്നെയാണോ ഇത്രമാത്രം കടങ്ങൾ? ഇത് ആരും അറിഞ്ഞില്ലേ? ഇദ്ദേഹം മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു. അത് മാത്രമല്ല, ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 10th, അതായത് 10ാമത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ മകൻ കൂടിയാണ്. ഇത്രയും ലക്ഷം കടം ആരോടും പറഞ്ഞിട്ടില്ല. ഒരു MLA മന്ത്രിയായ ഒരാൾക്ക് ഈ പൈസ ഉണ്ടാക്കാൻ എത്ര കക്കായിരുന്നു അല്ലേ? ഏതെങ്കിലും വരെ നമുക്ക് കേട്ടിട്ടുണ്ടാകും ഇത്ര കടയത് ജപ്തി നോട്ടീസ് വന്ന ഏതെങ്കിലും. അപ്പോൾ അത്രയും സൂക്ഷ്മന്മയുള്ള ഒരു പൈസ പോലും കക്കാതെ, ഖജനാവിൽ നിന്ന് കട്ട് മുടിക്കാതെ, അങ്ങനെ ഒരുപാട് നല്ല നല്ല കമൻറ്റ് വരുന്നുണ്ട്. മാഷാ അല്ലാഹ്. തീർച്ചയായിട്ടും നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇത്രയും അതും മാധ്യമപ്രവർത്തകൻ്റെ മുമ്പിൽ ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ ജപ്തി വരുമ്പോൾ മാധ്യമപ്രവർത്തകർ അങ്ങനെ വന്നപ്പോൾ അത്ര മുമ്പ് ആൾക്കാരുടെ ഞാൻ ഇത്രയും കടക്കാരനാണെന്ന് പറയണമെങ്കിൽ ആരുടെ മുമ്പിലും കൈ നീട്ടാതെ. പക്ഷെ ഞാൻ ചിന്തിക്കുന്ന വിഷയം അതല്ല. ഒരു കമന്റിൽ പോലും ഒരാൾ പോലും പലിശ ലോണല്ല എടുത്ത് എത്ര 70 ലക്ഷം വീട് പുതുക്കി പണിയാൻ 70 ലക്ഷമാണ് ലോൺ എടുക്കുക. അപ്പൊ അതിനെക്കുറിച്ച് ആരോടെ മെൻഷൻ ചെയ്യുന്നില്ല. ഈ പലിശ എന്തിനെടുക്കാം, പലിശ എന്തിനു തൊട്ടു, ആരും അതിനെപ്പറ്റി ഒരു ചർച്ചയോ വിഷയമോ. പലിശ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പലിശ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആ വീടിന്റെ അവസാനം, അതാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നമുക്ക് പറഞ്ഞ ഒരു വലിയൊരു ഉപദേശമാണ്. ഞാൻ ഉപദേശിക്കുന്നില്ല, അദ്ദേഹം നമ്മളെ ഉപദേശിക്കില്ല. ആരും പലിശയിൽ തൊട്ടുപോകരുത്. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞ കാര്യമാണ്, വിഷയമാണ്. ഇതാരും ചിന്തിക്കുന്നില്ല. ഇപ്പോഴും ആൾക്കാർ അത് അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നില്ല. 70 ലക്ഷം ലോൺ എടുത്തിട്ട് 60 ലക്ഷം അടച്ചു കഴിഞ്ഞു. പിന്നെ 10 ലക്ഷം അല്ല എടുക്കണ്ടേ? ഒരാൾ കടം കൊടുത്തിരുന്നെങ്കിൽ ആ 10 ലക്ഷം അടച്ചാൽ മതി. പക്ഷേ ഇത് പലിശ ആയതുകൊണ്ട് എന്തായി? 48 ലക്ഷം പലിശ ഇതിനടക്കാനുള്ളത്. അത് അടച്ചില്ലെങ്കിൽ പിന്നെയും കൂടും. അപ്പോൾ ഈ ഇത്ര മാത്രം ഒരു മനുഷ്യനെ കാർന്ന് തിന്നുന്ന, ഒരു മനുഷ്യൻ്റെ സുഖത്തെ കളയുന്ന, രോഗിയാക്കുന്ന, ആൾക്കാരുടെ മുമ്പിൽ എന്താക്കുന്ന, നാണം കെടുത്തുന്ന, നമ്മൾക്ക് ഉറക്കമില്ലാതെയാക്കുന്ന പലിശയെ നിങ്ങൾ തൊട്ടുപോകരുത്. നല്ല വെറുതെ പറഞ്ഞതാണോ? എത്ര വില ഇതുപോലെ മന്ത്രിന്റെ കാര്യമാണെങ്കിൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരു മന്ത്രിയാണെങ്കിൽ ലീഗുകാർ അവരാരെ കൊടുത്ത് തീർക്കും. പക്ഷെ സാധാരണക്കാർ എത്ര ആൾക്കാർ എത്ര വർഷം കൊണ്ട് അധ്വാനിച്ചിട്ട് അവർ ലോൺ എടുത്ത് വീടിൽ കിടക്കുന്നുണ്ട്. 50 ലക്ഷം ഇപ്പോഴും അവർ സമാധാനം നിറഞ്ഞിട്ടില്ല. വീടായിട്ടുണ്ട്, ആൾക്കാരൊക്കെ നല്ല വീടാണ്, ആ നല്ല പൈസയുള്ള ആൾക്കാർ ഫുഡ് കഴിച്ചിട്ട് നല്ല മധുഹ് പാടിയിട്ട് പോയി. പക്ഷേ ഈ ലോൺ എടുത്ത മനുഷ്യന് ഒരു ദിവസം പോലും സമാധാനത്തോടെ ആ വീട്ടിൽ കിടന്നിറങ്ങിയിട്ടുണ്ടാവോ? അവൻ്റെ ലോണ് തീർന്നിട്ടുണ്ടാവോ? മരണം വരെ ഇവൻ ലോണ് തീർക്കാണ്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് പലിശ എന്ന് പറയുന്നത്? ഒരു ചെറിയ ഒരു ഭാഗം നിങ്ങൾ പലിശയിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾ സ്വന്തം മാതാവിനെ വ്യഭിചരിച്ചതിന് കുറ്റം. ചെറിയതിൽ 7 വൻപാപങ്ങളുണ്ട് ഇസ്ലാമിൽ. അതിൽ കള്ളുകുടി പറഞ്ഞിട്ടില്ല, വ്യഭിചാരം വന്നിട്ടില്ല, പക്ഷേ പലിശയെ പറഞ്ഞിട്ടുണ്ട്. വൻപാപങ്ങളിൽ വൻപാപം. അള്ളാഹുമായി യുദ്ധം ചെയ്യുന്നതിന് സമാനമാണ് പലിശ. പക്ഷേ ഇന്നത്തെ കാര്യം, അവസാന കാലത്ത് ഒരു കാലം വരും, റസൂൽ പറഞ്ഞതാണ്, അന്ന് പലിശ തിന്നാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല. അതിന് തിന്നില്ലെങ്കിൽ അതിൻ്റെ കാറ്റ് പോലും അവൻ അടിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ആരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇവൻ ആരുമായി നീ പലിശ നീ വീടുണ്ടാക്കിയിട്ടില്ല. ഞാൻ എൻ്റെ കാര്യം പറയാം. 6 വർഷമായി എൻ്റെ വീടിൻ്റെ പണി തുടങ്ങിയിട്ട് 6 വർഷം ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. എനിക്ക് ലോൺ തരാനിവിടെ ബാങ്കുകാരുണ്ട്. 50 ലക്ഷം 40 ലക്ഷം എത്ര തരാനും ബാങ്കുകാർ റെഡിയുണ്ട്. അതിനുള്ള സർട്ടിഫിക്കറ്റ് ക്വാളിഫിക്കേഷനും എനിക്കുണ്ട്. പക്ഷെ ഒരു ഉറുപ്പ പോലും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കില്ല എന്ന നിയത്തോടു കൂടി അത് 6 അല്ല 10 വർഷം വീടായില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ ഹലാലായ അള്ളാഹു തൊടാൻ പാടില്ല. കാരണം സമാധാനം, വീട് ഉണ്ടായി സമാധാനം ഇല്ലെങ്കിൽ അള്ളാഹ് തൊടണ്ടെന്ന് പറഞ്ഞ കാര്യമാണ്. അത് വൻപാപമാണ് എന്ന് നിയത്ത് നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മൾ പലിശയിലെത്തില്ല. ഞാൻ മുനീർ സാഹിബിനെ കുറ്റം പറയുന്നല്ല, അദ്ദേഹത്തിനെ കുറ്റം പറയാൻ ലീഗുകാർ എന്നോടും ഞാൻ ഇതിൻ്റെ പലിശയുടെ ഗൗരവം അദ്ദേഹം നമ്മളോട് പറഞ്ഞ സ്ഥിതിക്ക് ആ ഒരു ലാസ്റ്റ് മെസ്സേജ് നിങ്ങൾ തൊട്ടുപോകരുതെന്ന് അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിലാണ് ഞാൻ വീണ്ടും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ നന്മയെ ആർക്കും തർക്ക വിഷയമില്ല. അദ്ദേഹം CH മുഹമ്മദ് 2 പേരും കക്കാൻ പഠിക്കാത്ത ആൾക്ക് നല്ല
നല്ല രാഷ്ട്രീയ പ്രവർത്തകരാണ്. ബുദ്ധിമുട്ട് ആരെങ്കിലും കടം ആരും കൊടുക്കാൻ ഇല്ലാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ പലിശയുമായി ബന്ധപ്പെട്ടതാകാം. അദ്ദേഹം അതിന് പഠിച്ചവനും അദ്ദേഹമായി തൗബ ചെയ്താലും അത് അവർക്ക് വിട്ട വിഷയം, അവരുടെ പേഴ്സണൽ വിഷയമാണ്. അതിപ്പോൾ നമ്മൾ അള്ളാഹു നമ്മളെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം ആരെ മുമ്പിൽ കൈ നീട്ടിയിട്ടില്ല. അദ്ദേഹം അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു ഒരു വഴി കാണിച്ചു കൊടുത്തു. ഇനി നമ്മൾ പഠിക്കേണ്ട പാഠം പലിശയിൽ നമ്മൾ തൊട്ടുപോകരുത്. ഇനി നിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നീ വീടാവുന്നത് വരെ നീ ആരെങ്കിലും പലിശ ഇല്ലാത്ത കടം ചോദിക്കുക. ഇനി പലിശ ഇല്ലെങ്കിൽ തന്നെ നിനക്ക് കൊക്കിൽ ഒതുങ്ങുന്ന മാത്രം അതിൻ്റെ രീതിയിൽ നിങ്ങൾ എന്താ കടം മേടിക്കുക. അതുപോലെ തന്നെ കാറ് മേടിക്കുന്ന ഇപ്പോൾ ആൾക്കാർ ചെറിയൊരു കാറ് പൈസ കൊടുത്ത 10,000 ദിർഹം കൊടുത്താൽ വണ്ടിക്കാനുള്ള ഒരു കാറ് കിട്ടും. പക്ഷേ നമുക്ക് വേണ്ടത് 20,000 പുതിയ കാറ് ലോണ്. ഒന്നും നോക്കല്ല, ലോൺ എടുക്കുന്ന ആൾക്കാർ പറയുന്നത് ലോൺ. എൻ്റെ കൂടെ തന്നെ എത്ര ആൾക്കാർ നീ പുതിയ വണ്ടി ഇടാതെ വിറ്റിട്ട് പുതിയ വണ്ടി കമ്പനി ഇൻസെൻറ്റീവ് തരുന്നില്ല, ലോൺ എടുത്തവായി 35 കൊടുത്തു ലോണ്. അത് ഹറാമ. എന്താണ് ഇത്രയും ഗൗരവമായി ഹറാമാണ് ലോൺ. നിന്റെ വണ്ടി എടുക്കുന്നതിൽ പോലും നിനക്ക് പൈസ 10,000 രൂപ കൊടുത്ത് എടുക്കാൻ പറ്റുന്ന ആ പൈസയാണ്, ആ ഒരു കാറാണ് നിനക്ക് അത്രയും ലോൺ എടുത്തെടുക്കുന്നതിനേക്കാളും അള്ളാഹുവിൻ്റെ അടുക്കൽ നിനക്ക് ഏറ്റവും മൊത്തം. അത് മതിയല്ല നമുക്ക് ആളെ കാണിക്കാനും അത്ര വലിയ തിന്മയിൽ എന്തിനു നമ്മൾ കൈവെക്കണം? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ലോൺ എടുക്കില്ല എന്ന് നമ്മൾ ദൃഢനിശ്ചയിച്ചാൽ അള്ളാഹു നമുക്ക് അതിനുള്ള വഴി കാണിച്ചു തന്നില്ലെങ്കിലും നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമുക്ക് രണ്ട് വാടക റൂമിലിരിക്കാം, അത് തന്നെ ചെറ്റപ്പുരയിലിരിക്കാം, അതാണ് നല്ലത്. ലോൺ എടുത്ത് പുതിയ വീട്ടിലിരിക്കുന്നതിനേക്കാൾ നല്ലത്. അങ്ങനെയൊക്കെ ചിന്തിക്കണം. നമ്മൾ പലിശയെ ഗൗരവമായി കാണണം. അപ്പൊ നമ്മളിത് നിസ്സാരമായൊരു വിഷയമല്ല. അപ്പോൾ ആരും കടം തരാനില്ല, ആരും പൈസ തരുന്നില്ല, എനിക്ക് വീടാവുന്നില്ല, എൻ്റെ ശമ്പളം കൊണ്ടാവുന്നില്ല, അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് അത് പിന്നെ ഇവിടെ ഇസ്ലാമിക് ശരീഅത്തിന് ഇസ്ലാമിക പ്രകാരം ഇസ്ലാമിക് ബാങ്ക്സ് എല്ലാം ഉണ്ട്. പലിശ ഇല്ലാത്ത കിക്ക് ക്യാഷ്, അതായത് പൈസ കൊടുക്കും, പക്ഷെ അതിന് പ്രോസസ്സിങ് ഫീസ് മാത്രം ചിലവാക്കുന്നുണ്ട്. അത് ഇവിടുത്തെ ശരീഅത്ത് നിയമപ്രകാരമുള്ള ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിക ബാങ്ക് ഉണ്ട്. അങ്ങനെ പോകാമെന്ന് ചില ഉലമാക്കൾ പറയുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ സൂക്ഷ്മത പാലിക്കണം. അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ പോലും അത് നമ്മളെടുത്താൽ അത് പലിശ ആണെങ്കിൽ തന്നെ അത് അവരാണ് റെസ്പോൺസിബിൾ. ഇവിടുത്തെ ഗവൺമെൻറ്റാണ് ഇസ്ലാമിക് ബാങ്കിനെ നിയന്ത്രിക്കുന്ന ഗവൺമെൻറ്, നമ്മളല്ല. കാരണം അത് ശരീഅത്ത് അങ്ങനത്തെ കുറേ ഓപ്ഷൻ ഉണ്ട്. അതല്ലാതെ ഒറ്റയടിക്ക് ലോണ് പലിശ ആ രീതിയിൽ ആരും പോകാതിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇതുപോലുള്ള നേതാക്കന്മാർ നമുക്ക് എവിടെയും കാണാൻ കിട്ടില്ല അല്ലേ, ഇത്ര ജപ്തി നോട്ടീസ് കിട്ടുന്ന. അപ്പോൾ മുനീർ സാഹിബ് ഈ വിഷയത്തിൽ അദ്ദേഹം കാണിച്ച നന്മ എല്ലാവരും സല്യൂട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് സഹായം എത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹം ആരും ബുദ്ധിമുട്ടിക്കണം, പാർട്ടിയെ ബുദ്ധിമുട്ടിച്ചിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ അദ്ദേഹം 60 ലക്ഷം കൊടുത്തു വിട്ടിട്ടുണ്ട്. ബാക്കി വന്ന ഈ 48 ലക്ഷം ആ 48 ലക്ഷത്തിൻ്റെ വിഷയമാണ് ഞാൻ പറഞ്ഞത്. ആ 48 ലക്ഷത്തിലേക്ക് നമ്മൾ എത്താതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും മാക്സിമം ട്രൈ ചെയ്യണം. ലോണിലേക്ക് കൈവെക്കാതിരിക്കണം. ആരെന്നെങ്കിലും കടമുള്ളവർ കടം ചോദിച്ചാൽ കടം കൊടുത്തവനെ അവൻ പലിശയിലേക്ക് പോകാതിരിക്കാൻ കടം കൊടുക്കാനുള്ള മനസ്സ് നമ്മളെല്ലാവരും കാണിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നമ്മളെ കടം വീടാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ലോണും പലിശയില്ലാതെ ഹലാലായ ക്യാഷിലൂടെ തന്നെ നമുക്ക് നമ്മുടെ വീടിൻ്റെ പണി പൂർത്തീകരിക്കാനും നമ്മളുടെ ജോലിയാൽ എന്തായാലും അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. കടം വീടാനും കടം ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കും കടം വീടാൻ അള്ളാഹു ഇത്രയും പെട്ടെന്ന് തൗഫീക്ക് നൽകട്ടെ എന്ന്